ഇന്ത്യയിൽ ഇപ്പം പുതിയ ഐപാഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഐപാഡ് മിനി 2024. അപ്പം ഈ ഒരു ടാബ്ലറ്റ് 50,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐപാഡ് മിനി 2024 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 8.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1448x2266 ആണ്. പിന്നെ ഇതിൽ ലിക്വിഡ് റെറ്റിന IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. പക്ഷെ ടാബുകളുടെ കാര്യത്തിൽ അതില്ലാത്തത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാനും പറ്റില്ല. പിന്നെ 3:2 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ടാബിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ടാബിൽ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ടാബിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ iPhone 16 പോലും ഇപ്പം അവർ കൂടിയ റിഫ്രഷ് റേറ്റ് കൊടുക്കുന്നില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ടാബിൽ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇപ്പം ആൻഡ്രോയിഡ് ടാബുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 നിറ്റ്സ് ആണ്. ഇപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് കൂടിയ റിഫ്രഷ് റേറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ആപ്പിളിന്റെ ടച്ച് ഐഡിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ടച്ച് ID ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആപ്പിൾ പെൻസിൽ പ്രോയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ബ്ലൂ, പർപ്പിൾ, സ്പേസ് ഗ്രേ അതുപോലെ തന്നെ സ്റ്റാർലൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിന്റെ A17 Pro bionic ചിപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസർ തന്നെയാണ്. 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രോസസർ എന്ന് തന്നെ പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസറാണ്. അപ്പം മികച്ചൊരു പ്രോസസറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാബിന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ബേസ് വേരിയന്റിൽ 128 GB ഇന്റേണലാണ് വരുന്നത്. 256 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. എത്രയാണ് റാം എന്നുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പം മിനിമം 8 GB റാം ഉണ്ടായേക്കാം. അപ്പം 8 GB റാം ആയിരിക്കും വരിക എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ iPad OS 18 സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ ഈ ഒരു ടാബിലോട്ട് വരുന്നതായിരിക്കും. ഇനീഷ്യലി ലോഞ്ച് ചെയ്യുമ്പോൾ ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഭാവിയിൽ അപ്ഡേറ്റ് വഴി ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നതായിരിക്കും. അപ്പം അതും നല്ലൊരു കാര്യം തന്നെയാണ്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിന്റെ പിന്നിൽ 12 മെഗാപിക്സലിന്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. 4K 60 FPS വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലും 12 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ ഓക്കെയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 19.3 വാട്ട് ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 20 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടാണ് വരുന്നത്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ USB 3.1 Gen 2 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന 128 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 49,900 രൂപയാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന ഈ വെർഷന്റെ വില വരുന്നത് 64,900 രൂപയാണ്. അപ്പം 5G സപ്പോർട്ടിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലോണം വില കൂടുന്നുണ്ട്. ഏകദേശം 15,000 രൂപയോളം വില കൂടുന്നുണ്ട്. പിന്നെ 256 GB ഇന്റേണൽ വെർഷന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 59,900 രൂപയാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 74,900 രൂപയാണ്. 512 GB ഇന്റേണൽ വെർഷന്റെ കാര്യത്തിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 79,900 രൂപയാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 94,900 രൂപയാണ്. അപ്പം 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വൈഫൈ സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും തമ്മിൽ അത്യാവശ്യം നല്ല പ്രൈസ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒക്ടോബർ 23 മുതലാണ് സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ എക്സ്പ്രസ്, ആക്സിസ് ബാങ്ക്, ICICI കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. കൂടിയ റിഫ്രഷ് റേറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. അപ്പോൾ നിങ്ങൾക്ക് ഐപാഡിന്റെ ഒരു ആപ്പിൾ ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ആപ്പിൾ ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആപ്പിളിന്റെ ഈ കേസിൽ ഈ ഒരു ടാബ് കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.